ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു എഗ്ലെസ് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരിക്കലും ഫ്ലോപ്പ് ആവാത്ത നല്ലൊരു എഗ്ലെസ് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണിത്. എഗ്ലെസ് ചോക്ലേറ്റ് കേക്ക് ചെയ്തിട്ട് സക്സസ് ആവാത്തവർക്ക് തീർച്ചയായും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഞാനിവിടെ 1 kg ചോക്ലേറ്റ് കേക്കിന് വേണ്ടിയുള്ള എഗ്ലെസ് സ്പഞ്ചാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് 240 ml മെഷറിംഗ് കപ്പിൽ റൂം ടെമ്പറേച്ചറിലുള്ള 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം രണ്ടും കൂടി ഒരു വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. പിന്നീട് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും വിനാഗിരിയും എല്ലാം കൂടി നന്നായി പതഞ്ഞു വരുന്നത് കാണാം. ഇനി ഇതൊരു അടപ്പ് വെച്ച് അടച്ച് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കി വെക്കാം. അതിനായിട്ട് ടോട്ടൽ 2 കപ്പ് ഫ്ലോർ ആണ് ആവശ്യമായിട്ടുള്ളത്. അതിനായിട്ട് ഞാനിവിടെ 240 ml മെഷറിംഗ് കപ്പിൽ 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ബാക്കിയുള്ള ഭാഗത്ത് മൈദ ഫില്ല് ചെയ്യാം. അങ്ങനെ ഞാനിതാ ഇവിടെ മൈദ ഫില്ല് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള 1 കപ്പ് ഫ്ലോർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കൊക്കോ പൗഡറും കോൺഫ്ലോറും മൈദയും എല്ലാം കൂടി അടക്കം 2 കപ്പ് ഫ്ലോറായി. എന്നിട്ട് എല്ലാം കൂടി നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഒന്നുകിൽ 3 തവണ അരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ 1 തവണ അരിച്ചെടുത്ത് വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുകയോ ചെയ്യണം. ഞാനിവിടെ 1 തവണ അരിച്ച് വിസ്ക് വെച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതൊരു സൈഡിലോട്ട് മാറ്റിവെക്കാം. അങ്ങനെ ഇപ്പോൾ ഇവിടെ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നു നോക്കാം. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും എല്ലാം കൂടി നന്നായി പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓയിലൊക്കെ നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി നേരത്തെ അരിച്ചു മാറ്റി വെച്ചിരിക്കുന്ന ഫ്ലോർ കുറച്ച് കുറച്ചായി ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. കട്ടകളൊന്നും കൂടാതെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ കട്ടകളൊന്നും കൂടാതെ ഫ്ലോർ നന്നായി മിക്സ് ചെയ്തെടുത്ത് ബാറ്റർ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് ഒരു സ്പാച്ചുല ഉപയോഗിച്ച് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇനി ബാറ്റർ ഒരു ബേക്കിംഗ് ടിന്നിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ച് ബേക്കിംഗ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. കേക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ബേക്കിംഗ് ടിന്നൊക്കെ ഓയിൽ ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബാറ്റർ മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് ടാപ്പ് ചെയ്ത് ബേക്ക് ചെയ്യാനായി വയ്ക്കാം. ഞാനിവിടെ ഓവനിൽ വെച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ ഒരു 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം 180 ഡിഗ്രിയിൽ തന്നെ
40 മിനിറ്റാണ് കേക്ക് ബേക്ക് ചെയ്തെടുത്തത്. കൂടാതെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഒരു അലുമിനിയം ചെമ്പ് പ്രീഹീറ്റ് ചെയ്തെടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ ഒരു 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്താൽ മതി. അങ്ങനെ കേക്കൊക്കെ ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി കേക്ക് തണുക്കാനായി മാറ്റിവെക്കാം. കേക്ക് നന്നായി തണുത്തതിന് ശേഷം ഞാൻ ടിന്നിൽ നിന്നും കേക്കിനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഹൈറ്റോട് കൂടിയ കേക്ക് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ചോക്ലേറ്റ് കേക്കിനും ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിനും ഒക്കെ പറ്റുന്ന നല്ലൊരു എഗ്ലെസ് സ്പഞ്ചാണിത്. ഇനി ഞാൻ കേക്ക് 3 ലെയർ ആക്കി എടുക്കുന്നുണ്ട്. ഇതാ അത്യാവശ്യം തിക്നെസ്സോട് കൂടിയിട്ടുള്ള 3 നല്ല ലെയറുകളാണ് കിട്ടിയിട്ടുള്ളത്. ഈ റെസിപ്പി ഇതുപോലെ തന്നെ ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലത്തെ നല്ലൊരു എഗ്ലെസ് ചോക്ലേറ്റ് സ്പഞ്ച് കിട്ടും. അപ്പോൾ ഇതുവരെ സക്സസ് ആവാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.